Okay, welcome back dears. നമ്മുടെ ടോപ്പിക് അമാൽഗമേഷൻ. ഇന്ന് നമ്മൾ പഠിക്കുന്നു അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ആണ്. പർച്ചേസ് കൺസിഡറേഷൻ ആയിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കമ്പനിയിൽ അമാൽഗമേഷൻ പ്രോസസ്സ് നടക്കുമ്പോൾ അവിടുത്തെ അക്കൗണ്ടൻറ്റ് അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എന്തൊക്കെ എൻട്രീസ് പാസ് ചെയ്യണം, അതല്ലേ നമ്മുടെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്, റൈറ്റ്? നമുക്കറിയാം there are two companies involved in amalgamation. Okay. ട്രാൻസ്ഫറർ കമ്പനി ഉണ്ട്, ട്രാൻസ്ഫറി കമ്പനി ഉണ്ട്. ട്രാൻസ്ഫറർ കമ്പനി ഒന്നോ ഒന്നിൽ കൂടുതലോ ആവാം അമാൽഗമേഷൻ്റെ കേസിൽ. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫറർ കമ്പനി ഉണ്ട്, ട്രാൻസ്ഫറി കമ്പനി ഉണ്ട്. അപ്പം ഈ രണ്ട് കമ്പനീൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ടിലും ചേഞ്ചസ് വിൽ കം, റൈറ്റ്? സോ നമ്മൾ ഇതിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കും, ഇതിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കും. സോ ഫസ്റ്റ് നമുക്ക് ട്രാൻസ്ഫറർ കമ്പനീൻ്റെ അമാൽഗമേഷൻ്റെ ടൈമിലുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് നോക്കാം. ഓക്കെ, ഇത് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പം എൻ്റെ കമ്പനി, ഇപ്പോൾ ഞാനാണ് അവിടുത്തെ അക്കൗണ്ടൻറ്റ്, ആരുടെ? ട്രാൻസ്ഫർ കമ്പനീൻ്റെ അക്കൗണ്ടൻറ്റ് ഞാൻ. അപ്പം ഇങ്ങനൊരു അമാൽഗമേഷൻ പ്രോസസ്സ് നടക്കുമ്പോൾ എൻ്റെ തൊട്ട സീനിയർ എൻ്റെ അടുത്ത് എന്താ പറയാമെന്നറിയാം. ആദ്യം അമാൽഗമേഷൻ്റെ ഡേറ്റിന്, ഓക്കെ, സോ വി ഡിസൈഡഡ് ടു അമാൽഗമേറ്റ്. സോ ഓൺ ദിസ് ഡേറ്റ് എൻ്റെ അടുത്ത് പറയുന്ന അക്കൗണ്ടൻറ്റിനോട് പറയുന്നത് യു പ്രിപ്പയർ ബാലൻസ് ഷീറ്റ് ഓൺ ദിസ് പെർട്ടിക്കുലർ ഡേറ്റ്. ഇന്ന് അമാൽഗമേഷൻ നടക്കണമെന്ന് തീരുമാനിച്ച ആ ദിവസത്തെ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കി കൊണ്ടുവരാനാണ് അക്കൗണ്ടൻ്റായ എൻ്റെ അടുത്ത് എൻ്റെ തൊട്ട് സീനിയർ ഫൈനാൻസ് കൺട്രോളറോ ഫൈനാൻഷ്യൽ എക്സിക്യൂട്ടീവ് വാട്ട് എവർ നെയിം ഇറ്റ് ഇസ്, അവരെൻ്റെ അടുത്ത് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കാനാണ് പറയുക. സോ ഐ എം ഗോയിങ് ടു പ്രിപ്പയർ ബാലൻസ് ഷീറ്റ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? അക്കൗണ്ടൻ്റായ ഞാൻ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തു. ദിസ് ഇസ് മൈ ഫസ്റ്റ് സ്റ്റെപ്പ് ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് അമാൽഗമേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അങ്ങനെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തു. പഴയ ഫോമാറ്റാണ്, ഞാൻ പഴയ ആൾ. സോ എനിക്ക് പുതിയ ഫോമാറ്റ് അറിയില്ല, ഞാൻ പഴയതിൽ വരച്ചു. ഓക്കെ, അപ്പോൾ നിങ്ങൾ വരയുമ്പോൾ പുതിയതിൽ വരാം. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ വരച്ചു. എൻ്റെ എക്സിക്യൂട്ടീവിൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ ഐ ആം ഡൺ. ഇനി അടുത്തത് എന്ത്? സോ ഹീ ടോൾഡ് ടു ക്ലോസ് എവ്രി അക്കൗണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞു ഇതിൽ വരുന്ന എല്ലാ അക്കൗണ്ടും നീ അങ്ങോട്ട് ക്ലോസ് ചെയ്തോ. ലാൻഡിനെ ക്ലോസ് ചെയ്തോ, ബിൽഡിങ്ങിനെ ക്ലോസ്, മീൻസ് എവറിത്തിങ് ക്ലോസ് ചെയ്യണം. വൈ? എന്തിനാ ക്ലോസ് ചെയ്യുന്ന മക്കളെ? ട്രാൻസ്ഫറർ കമ്പനി മീൻസ് വിൽക്കുന്ന കമ്പനി, റൈറ്റ്? ഈ കമ്പനി ഈസ് ഗോയിങ് ടു എക്സ്റ്റിങ്വിഷ്, റൈറ്റ്? ഈ കമ്പനി ഇനി ഇല്ല, ബിക്കോസ് ദേ ആർ ട്രാൻസ്ഫേർഡ് ടു ദിസ് കമ്പനി, റൈറ്റ്? അപ്പോൾ ഇവരിനി ഇല്ല. ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ? ബുക്സ് ഓഫ് അക്കൗണ്ട് കംപ്ലീറ്റ് ക്ലോസ് ആയിരിക്കണം, അല്ലേ? ഒരു കമ്പനി ക്ലോസ് ആവുകയെന്ന് വെച്ചാൽ എന്താ? ഓക്കെ, സർട്ടിഫിക്കറ്റ് ഒക്കെ ക്യാൻസൽ ചെയ്യും, അത് നെക്സ്റ്റ് ഇഷ്യൂ. ബട്ട് ഫോർ അക്കൗണ്ടിങ് പർപ്പസ് എവറിത്തിങ് ഷുഡ് ബി ക്ലോസ്ഡ്. ലാൻഡ് ആണെങ്കിൽ ലാൻഡ് അക്കൗണ്ട് ക്ലോസ് ചെയ്യണം, അല്ലെങ്കിൽ ബിൽഡിംഗ് ആണെങ്കിൽ ബിൽഡിംഗ് അക്കൗണ്ട്, ഡിബഞ്ചർ ആണെങ്കിൽ ഡിബഞ്ചർ ഹോൾഡറിന് കൊടുത്തിട്ട് ഇതങ്ങ് തീർക്കണം, ക്രെഡിറ്റർ ആണെങ്കിൽ ക്രെഡിറ്ററിന് പേ ചെയ്യണം, ഡെറ്റർ ആണെങ്കിൽ ഡെറ്ററിൻ്റെ അടുത്ത് വാങ്ങിക്കാനുള്ളത് വാങ്ങിക്കണം. സോ എവറി അക്കൗണ്ട് ഷുഡ് ബി ക്ലോസ്. അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ കൺട്രോളർ പറഞ്ഞു യു ഹാവ് ടു ക്ലോസ് എവറി അക്കൗണ്ട്. ഞാൻ പാവം വീണ്ടും എനിക്ക് പ്രശ്നമായി, എങ്ങനെ ക്ലോസ് ചെയ്യും? സോ ഹി അഡ്വൈസ് മീ ടു പ്രിപ്പയർ എ റിയലൈസേഷൻ അക്കൗണ്ട്. എന്താ പറഞ്ഞ? ഒരു റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞു. അമാൽഗമേഷൻ്റെ ടൈമിൽ ട്രാൻസ്ഫറർ കമ്പനി പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടിൻ്റെ പേരാണ് റിയലൈസേഷൻ അക്കൗണ്ട്. ഓക്കെ, റിയലൈസേഷൻ അക്കൗണ്ട്. ഓക്കെ, ഐ പ്രിപ്പയർഡ് ഇറ്റ്. നൗ ഐ വിൽ ടെൽ യു വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് റിയലൈസേഷൻ അക്കൗണ്ട്. ഞാൻ പറഞ്ഞു ഇതൊക്കെ ക്ലോസ് ചെയ്യണമെന്ന്, റൈറ്റ്? ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. യു സി, ഇതിൽ കംപ്ലീറ്റ് അസറ്റ്സും ട്രാൻസ്ഫറി കമ്പനി ഏറ്റെടുത്തിട്ടുണ്ട് എക്സെപ്റ്റ് ലാൻഡ്. ഈ ലാൻഡ് ഒഴിച്ചിട്ട് ബാക്കി ഇത് കംപ്ലീറ്റ്, ഓക്കെ, ഏറ്റെടുത്തിട്ടുണ്ട്? ട്രാൻസ്ഫറി കമ്പനി ഏറ്റെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ലാൻഡ് ഏറ്റെടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ പറയാം എന്ത് ചെയ്യണം? ലാൻഡിനെ വിൽക്കണം, ക്യാഷ് കൊണ്ടുവരണം. ഓക്കെ, ലാൻഡിനെ ഡിസ്പോസ് ചെയ്യണം, അല്ലേ? ഒരു ബിസിനസ് പോകുമ്പോൾ എല്ലാം പോവും. സോ ലാൻഡിനെ ഡിസ്പോസ് ചെയ്യണം, ലാൻഡിനെ വിൽക്കണം. ഓക്കെ, സെയിൽ ചെയ്യണം. ഡിസ്പോസ് എന്ന് യൂസ് ചെയ്യാൻ പറ്റില്ല, സെയിൽ ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ക്യാഷ് ഈ ക്യാഷ് ബാലൻസിൻ്റെ കൂടെ, ഇഫ് ദേ ഡിഡിൻ ടേക്കൺ ഓവർ, ക്യാഷ് ബാലൻസിൻ്റെ കൂടെ ആഡ് ചെയ്യും. എന്നിട്ടോ ഡിബഞ്ചർ ഹോൾഡറിനൊക്കെ പേ ഓഫ് ചെയ്യാൻ ക്യാഷ് കൊണ്ടിടും. അങ്ങനെ ആ ക്യാഷ് നമ്മൾ ഇവർക്കൊക്കെ പേ ഓഫ് ചെയ്യാൻ, ഷെയർ ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കാനൊക്കെ നമ്മൾ യൂസ് ചെയ്യും. ഇതാണ് നമ്മുടെ പ്രൊസീജിയർ. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. എല്ലാ അസറ്റ്സും എല്ലാ ലാബിലിറ്റീസും നമ്മൾ ഏത് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യും?
റിയലൈസേഷൻ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് അവിടെ വെച്ചാണ് നമ്മൾ എന്താണോ നെക്സ്റ്റ് പ്രൊസീജിയർ അത് നോക്കുന്നത്. സോ ഈ മൊത്തം അക്കൗണ്ടും ക്ലോസ് ചെയ്തിട്ട് എവറിത്തിങ് നമ്മൾ എവിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്യണം? റിയലൈസേഷൻ അക്കൗണ്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. ഓക്കെ, സോ റിയലൈസേഷൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതൊക്കെ അസറ്റാണ്. അസറ്റിന് എന്താണോ ബാലൻസ്? അസറ്റ് അക്കൗണ്ടിന് എന്താ ബാലൻസ്? ഡെബിറ്റ് ബാലൻസ് ആയ അസറ്റ് അക്കൗണ്ട് ക്ലോസ് ചെയ്യണമെങ്കിൽ അസറ്റ് അക്കൗണ്ടിനെ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, വി ആർ ട്രൈങ് ടു ക്ലോസ് എവറി അക്കൗണ്ട്. സോ ഡെബിറ്റ് ബാലൻസ് ആണ് അസറ്റിന്. സോ വി ഹാവ് ടു ക്രെഡിറ്റ് ഇറ്റ്. സോ ഞാൻ അതാണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് എൻട്രി അസറ്റിന് ക്രെഡിറ്റ് ചെയ്യണം. സോ ഇങ്ങനെ എഴുതണം. അപ്പം റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ, റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു അസറ്റ്സ് എന്ന് എഴുതണം. ഓക്കെ, റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു അസറ്റ്. അസറ്റ് അക്കൗണ്ട് ക്ലോസ് ആയല്ലോ. ഓക്കെ, സി ഞാൻ ആ എൻട്രീസ് ഞാനിവിടെ എഴുതുന്നുണ്ട്. ജേർണൽ എൻട്രീസ് ഇൻ ദ ബുക്ക് ഓഫ് ട്രാൻസ്ഫർ. ആദ്യം നമ്മൾ അസറ്റ് അക്കൗണ്ട് ക്ലോസ് ചെയ്തു ബൈ ട്രാൻസ്ഫറിങ് ടു റിയലൈസേഷൻ അക്കൗണ്ട്. ഇപ്പോൾ അസറ്റ് ഒക്കെ ഏത് അക്കൗണ്ടിലാണ് ഉള്ളത്? റിയലൈസേഷൻ അക്കൗണ്ടിനകത്ത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഹിയർ ദ പ്രോബ്ലം കംസ് ലൈക്ക്, സി ഞാനിവിടെ പറഞ്ഞു ഇതൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. ടേക്കൺ ഓവർ ചെയ്ത അസറ്റ്സ് ആണ് ദിസ് ഓൾ. ഇത് ടേക്ക് ഓവർ ചെയ്തിട്ടില്ല. അപ്പം ഏതൊക്കെ അസറ്റ് റിയലൈസേഷൻ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? ഓക്കെ, ഓർമ്മിച്ച് വെച്ചോ. ടേക്ക് ഓവർ ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ അസറ്റും എവിടത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? റിയലൈസേഷൻ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അതായത് ലാൻഡ് ട്രാൻസ്ഫർ ചെയ്യണം, ബിൽഡിംഗ് ട്രാൻസ്ഫർ ചെയ്യണം, ഡെറ്റർ, സ്റ്റോക്ക്, ഗുഡ്വിൽ, പാറ്റന്റ്, ക്യാഷ്, ബാങ്ക് ആൻഡ് എവറിത്തിങ് ഷുഡ് ബി ട്രാൻസ്ഫേർഡ് ടു വേർ? റിയലൈസേഷൻ അക്കൗണ്ട്. ഓക്കെ, തീർന്നില്ല. ക്യാഷും ബാങ്കും ടേക്ക് ഓവർ ചെയ്താൽ മാത്രമേ റിയലൈസേഷൻ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പാടുള്ളൂ. പോയിന്റ് നമ്പർ 2, ക്യാഷ് ആൻഡ് ബാങ്ക് ടേക്ക് ഓവർ ചെയ്താൽ മാത്രമേ റിയലൈസേഷൻ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, പോയിന്റ് നമ്പർ 3, ലാൻഡിൻ്റെ വാല്യൂ 10,000 ആണ്. ലാൻഡിനെ നമ്മൾ അഗ്രീഡ് വാല്യൂ അല്ലെങ്കിൽ റിവൈസ് ചെയ്തപ്പം ലാൻഡിൻ്റെ വാല്യൂ 12,000 ആണ്. അങ്ങനെയാണെങ്കിലും ഏത് എമൗണ്ട് വേണം നിങ്ങൾ എടുക്കാൻ? ബുക്ക് വാല്യൂ വേണം റിയലൈസേഷൻ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ. ക്വസ്റ്റ്യനിൽ തരുന്ന അഗ്രീഡ് വാല്യൂ അല്ലെങ്കിൽ റിവൈസ്ഡ് വാല്യൂ റിയലൈസേഷൻ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പരിഗണിക്കാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി ഇൻ ബുക്ക് വാല്യൂ. ഓക്കെ, ഇത് ക്ലോസ് ആവുമല്ലേ മക്കളെ വേണ്ടത്? അപ്പോൾ 10,000 ക്ലോസ് ചെയ്താലല്ലേ ലാൻഡ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇതെടുത്തിട്ട് ക്ലോസ് ചെയ്താൽ പ്രശ്നമല്ലേ? അത് ചിന്തിച്ചാൽ മതി. സോ ആ പോയിന്റും പറഞ്ഞു. നെക്സ്റ്റ് പോയിന്റ്, ഇതിനെയൊക്കെ നമ്മൾ ഫിക്ടീഷ്യസ് അസറ്റ് എന്നല്ലടോ വിളിക്കാം അല്ലേ? ഓൾറെഡി പറഞ്ഞതാണ്. പ്രിലിമിനറി എക്സ്പെൻസ്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ, ഷെയർ ഇഷ്യൂ ആൻഡ് P&L അക്കൗണ്ട്, ഡെബിറ്റ് ബാലൻസ്. സോ ദീസ് ഓൾ കംസ് അണ്ടർ ഫിക്ടീഷ്യസ് അസറ്റ്. ഫിക്ടീഷ്യസ് അസറ്റ് റിയലൈസേഷൻ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. സോ ഞാൻ എൻ്റെ കൺട്രോളറുടെ അടുത്ത് ചോദിച്ചു അതെന്താ അങ്ങനെ? സോ ഹീ ടോൾഡ് മീ ദാറ്റ് ഇതൊക്കെ ആർക്ക് അവകാശപ്പെട്ടത്? ഇതൊക്കെ നമ്മുടെ നഷ്ടങ്ങളാണ് അല്ലേ? ദീസ് ഓൾ ആർ അസറ്റ് സൈഡിലാണെങ്കിലും ഇതെല്ലാം നമ്മുടെ നഷ്ടമാണ്, റൈറ്റ്? സോ ഇതൊക്കെ ആരിന് അവകാശപ്പെട്ടതാ? ഷെയർ ഹോൾഡേഴ്സിന് അവകാശപ്പെട്ടതാണ്. സോ അവരുടെ അക്കൗണ്ടിലോട്ടാണ് ഈ ഫിക്ടീഷ്യസ് അസറ്റൊക്കെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഓക്കെ, സോ ദിസ് ഈസ് അവർ ഫസ്റ്റ് എൻട്രി. റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു അസറ്റ്. അസറ്റ് എന്ന് എഴുതാൻ പാടില്ല. ഏതൊക്കെ അസറ്റ് ഉണ്ടോ ഇൻഡിവിജ്വലി അതിൻ്റെ പേര് മെൻഷൻ ചെയ്യണം. ഓക്കെ, ബുക്ക് വാല്യൂവിൽ എടുക്കണം. ടേക്ക് ഓവർ ചെയ്താലും ചെയ്തില്ലെങ്കിലും എടുക്കണം. ക്യാഷും ബാങ്കും ടേക്ക് ഓവർ ചെയ്താൽ മാത്രം എടുത്താൽ മതി. ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എടുക്കണം. ഇൻടാഞ്ചിബിൾ അസറ്റ്സ് മീൻസ് ഗുഡ്വില്, പാറ്റന്റ് പോലെയുള്ള സംഭവങ്ങൾ കണ്ടാലും നിങ്ങളത് ട്രാൻസ്ഫർ ചെയ്യണം. ഫിക്ടീഷ്യസ് അസറ്റ് എടുക്കാൻ പാടില്ല. ഇത്രയും പോയിന്റും കൂടെ ഈ എൻട്രിനോട് ചേർന്ന് ഓർമ്മിക്കണം. നെക്സ്റ്റ്, we have to close this one, debenture and creditor. No, liability side ക്ലോസ് ചെയ്യണം. ലാബിലിറ്റിക്ക് എന്ത് ബാലൻസ് ആടോ? ക്രെഡിറ്റ് ബാലൻസ്, റൈറ്റ്? സോ ഈ ക്രെഡിറ്റ് ബാലൻസ് ക്ലോസ് ചെയ്യാൻ എന്ത് ചെയ്യേണ്ട വരും? ഡെബിറ്റ് ചെയ്യേണ്ട വരും. അപ്പം എൻ്റെ എൻട്രി എന്താവും? ലാബിലിറ്റീനെ ഡെബിറ്റ് ചെയ്യണം ടു ക്ലോസ് ഇറ്റ്
ടു റിയലൈസേഷൻ അക്കൗണ്ട് അല്ലേ, ഇതെല്ലാം എൻ്റെ എൻട്രി വരിക. ഓക്കെ, പ്രോബ്ലം ഇല്ല. ലാബിലിറ്റി ടു റിയലൈസേഷൻ. ഇവിടെയും സെയിം. ഡിബഞ്ചർ ഏറ്റെടുത്തിട്ടുണ്ട്. നോ, ഡിബഞ്ചർ ഡിബഞ്ചർ ഏറ്റെടുത്തിട്ടുണ്ട്, ഇത് ഏറ്റെടുത്തിട്ടില്ല. സോ ഇങ്ങനെയാണ് ക്വസ്റ്റ്യനിലുള്ളത്. ഡിബഞ്ചർ ഏറ്റെടുത്തിട്ടുണ്ട്, ക്രെഡിറ്റർ ഏറ്റെടുത്തിട്ടില്ല. സെയിം. അപ്പോൾ അസറ്റ് പോലെ ടേക്ക് ഓവർ ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും ട്രാൻസ്ഫർ ചെയ്യണോ? ഇവിടെ റൂൾ ഇസ് ഡിഫറെൻറ്റ്. ടേക്ക് ഓവർ ചെയ്ത ലാബിലിറ്റി മാത്രമേ എവിടത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പാടുള്ളൂ? റിയലൈസേഷൻ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഞാനിവിടെ ആ എൻട്രിയും കൂടെ എഴുതിയിട്ടുണ്ട്. ലാബിലിറ്റി ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി ഏത് അക്കൗണ്ടിലേക്ക്? റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക്. ഇവിടെയും നിങ്ങൾ ഏത് വാല്യൂവിൽ തന്നെ ട്രാൻസ്ഫർ ചെയ്യണം? ബുക്ക് വാല്യൂ. ലാബിലിറ്റി എന്ന് എഴുതരുത്, അതിൻ്റെ പേര് ഇൻഡിവിജ്വലി മെൻഷൻ ചെയ്യണം. ടേക്ക് ഓവർ ചെയ്തത് മാത്രം ട്രാൻസ്ഫർ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നു, ടേക്ക് ഓവർ ചെയ്യാത്തതിനെ എന്ത് ചെയ്യണം? അവർക്ക് മീൻസ് ഈ കമ്പനി പൈസ കൊടുത്തിട്ട് ഒഴിവാക്കണം, പേ ഓഫ് ചെയ്യണം. ഓക്കെ, സോ ഞാൻ അതിൽ ടെക്സ്റ്റിൽ ഓർഡർ നിന്ന് മാറ്റിയിട്ട് ഞാൻ ഇവിടെ ആ ഒരു എൻട്രി എഴുതുവാണ്. ഡിബഞ്ചർ ടേക്ക് ഓവർ ചെയ്തു, സോ റിയലൈസേഷൻ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ക്രെഡിറ്റർ ഇസ് നോട്ട് ട്രാൻസ്ഫേർഡ്, സോ ഇവിടെ വെച്ച് ഞാനത് എന്ത് ചെയ്യണം? ഡിസ്പോസ് ചെയ്യുന്ന എൻട്രി എഴുതുകയാണ്. നോട്ട് ഡിസ്പോസ്, പേ ഓഫ്. ഓക്കെ, ഈ ഡിസ്പോസ് ഇവിടെ നിന്ന് കിട്ടി, രാവിലെ മുതലുണ്ടല്ലോ. ഓക്കെ, സോ ഞാനിവിടെ 5 എന്ന് എഴുതിയിട്ട് എഴുതുവാണ്. സോ ഓർഡർ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എവിടെ എഴുതിയാലും ഒരു കുഴപ്പമില്ല. സോ ക്രെഡിറ്ററിന് പേ ചെയ്യുന്ന എൻട്രി. അഗെയിൻ ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ ലാബിലിറ്റിയാണ്. ക്രെഡിറ്റർ എന്ന് പറയുമ്പം നമുക്ക് ക്ലോസ് ചെയ്യണമെങ്കിൽ ഡെബിറ്റ് ചെയ്യണം. ക്രെഡിറ്ററിന് പൈസ കൊടുക്കുമ്പോൾ ക്യാഷ് കയ്യിൽ നിന്ന് പോവും. സോ ക്രെഡിറ്റർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നായിരിക്കും നമ്മുടെ എൻട്രി വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഒരു എക്സാമ്പിൾ സഹിതം കാണിക്കാം. ബിക്കോസ് 10,000 ക്രെഡിറ്റർ. ഓക്കെ, ക്രെഡിറ്ററിന് ക്യാഷ് കൊടുത്തിരിക്കുന്നത്, ഓക്കെ ഇത് ഡിബഞ്ചർ ആണെങ്കിലായിരുന്നു കുറച്ചുകൂടെ ശരി, ബട്ട് 8,000 വെച്ചോ. ഓക്കെ, സോ ഞാനിവിടെ ആ എൻട്രി എഴുതാൻ പോവാണ്. ക്യാഷ് കൊടുത്തത് 8,000, ക്രെഡിറ്ററിന് ആക്ച്വലി കൊടുക്കാനുള്ളത് 10,000. സോ ക്രെഡിറ്റർ അക്കൗണ്ട് ക്ലോസ് ചെയ്യണം. 10,000 ക്രെഡിറ്ററിൻ്റെ ബാലൻസ്. സോ ഐ പുട്ട് 10,000 ആൻഡ് ടു ക്യാഷ് വി പെയ്ഡ് ഓൺലി 8,000. സോ 8,000 ഇവിടെ എഴുതി. ഓക്കെ, ടു 2,000 രൂപയുടെ വ്യത്യാസമുണ്ട്. ഓക്കെ, ഇതിനെ നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ലാബിലിറ്റി പേ ഓഫ് ചെയ്യുമ്പം ഉണ്ടാവുന്ന ലാഭമായാലും നഷ്ടമായാലും അത് ഏത് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? റിയലൈസേഷൻ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ഇതിന് നേരെ തിരിച്ചാൽ വന്നെങ്കിൽ റിയലൈസേഷൻ അക്കൗണ്ട് ഇവിടെ വരും. ഇനി അല്ല ഇങ്ങനെയാണെങ്കിൽ റിയലൈസേഷൻ അക്കൗണ്ട് ഇവിടെ വരും. ഇതിൻ്റെ ഇഫക്റ്റ് റിയലൈസേഷൻ അക്കൗണ്ടിൽ കാണിച്ചിരിക്കണം. ഓക്കെ അല്ലേ? സോ ഒരു ലാബിലിറ്റി പേ ഓഫ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഇതെന്തിൻ്റെ എൻട്രിയാ? ലാബിലിറ്റി നോട്ട് ടേക്കൺ ഓവർ ലാബിലിറ്റി പേ ഓഫ് ചെയ്യുന്ന എൻട്രി. ഓക്കെ, പേ ഓഫ് ചെയ്യുന്ന എൻട്രി. ഈ സമയത്ത് ഉണ്ടാവുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എവിടെ ട്രാൻസ്ഫർ ചെയ്യണം? റിയലൈസേഷൻ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ടേക്ക് ഓവർ ചെയ്യാത്ത ലാബിലിറ്റി റിയലൈസേഷനിൽ ട്രാൻസ്ഫർ ചെയ്യില്ല. ബട്ട് അത് വിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ലാഭമോ നഷ്ടമായാലും ദാറ്റ് ഷുഡ് ബി ട്രാൻസ്ഫർ ടു റിയലൈസേഷൻ അക്കൗണ്ട്. ഓക്കെ ആണ്? ഓക്കെ, സോ ഇയാൾ ക്ലോസ് ആയി ബിക്കോസ് വി ട്രാൻസ്ഫർ ടു റിയലൈസേഷൻ. ക്രെഡിറ്ററിന് പൈസ കൊടുത്ത് ഒഴിവാക്കി. ഇറ്റ് ഈസ് ക്ലോസ്ഡ്. സോ ഇതെല്ലാം നമ്മളിപ്പോൾ ഏത് അക്കൗണ്ടിലോട്ട് എഴുതിയിട്ടുണ്ട്? റിയലൈസേഷൻ അക്കൗണ്ടിലോട്ട് എഴുതിയിട്ടുണ്ട്. സോ ഹിയർ കംസ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് റിസർവ്. ഇനി നമ്മൾ തൊടാത്തത് ഇതാ. ഇതും ആർക്ക് അവകാശപ്പെട്ടതാണെന്ന് എന്നോട് എൻ്റെ എക്സിക്യൂട്ടീവ് ഫൈനാൻസ് കൺട്രോളർ പറഞ്ഞു. ഇതും ഷെയർ ഹോൾഡറിൻ്റെ അക്കൗണ്ടിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഇതിനെടുത്ത് റിയലൈസേഷൻ അക്കൗണ്ടിൽ എഴുതല്ലേ എന്നും പറഞ്ഞു. സോ ദീസ് ടു, ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ്, this one preliminary expense, fictitious asset, all should be transferred to shareholders account only. ഓക്കെ, വിശദമായിട്ട് പറഞ്ഞാൽ ഇക്വിറ്റി ഷെയർ ഹോൾഡറിൻ്റെ അക്കൗണ്ട് ആണ്. സോ അത് പ്രിഫറൻസ് ഷെയറും കൂടെ വരുന്ന പ്രോബ്ലംസ് വരും. ആ സമയത്ത് എക്സ്പ്ലനേഷൻ അവിടെ ഉണ്ടാകും. ഓക്കെ,
ഓക്കെ, സോ ഇത് ഷെയർ ഹോൾഡർ, ഇതും ഷെയർ ഹോൾഡർ. ബാക്കി എല്ലാ സംഭവവും റിയലൈസേഷനിൽ ഏറ്റെടുക്കാത്ത ക്രെഡിറ്റർ അല്ലെ ഏറ്റെടുക്കാത്ത ലാബിലിറ്റീനെ നമ്മൾ എന്ത് ചെയ്യണം? പേ ഓഫ് ചെയ്യണം. ഓക്കെ ഓക്കെ, സോ നെക്സ്റ്റ് എൻട്രി സെയിം. ഇവിടെ നോക്കിയ മക്കളെ, ഇതൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു, റൈറ്റ്? ഇതൊക്കെ, ബട്ട് ലാൻഡ് ഏറ്റെടുത്തിട്ടില്ല. ഏറ്റെടുക്കാത്ത അസറ്റുകൾ നിങ്ങൾ വിൽക്കണം എന്നും എന്നോട് ആരോ പറഞ്ഞു. ആര് പറഞ്ഞു? കൺട്രോളർ പറഞ്ഞു. ഓക്കെ, സോ നോട്ട് ടേക്കൺ ഓവർ ആയ അസറ്റ് ഓക്കെ നിങ്ങൾ സെയിൽ ചെയ്യണം. ഓക്കെ, സോ അസറ്റ് വിൽക്കുമ്പോൾ എൻട്രി എന്താ? അസറ്റ് പോണം, കയ്യിലുള്ള അസറ്റ് പോണം. ഓക്കെ, ഇങ്ങനെയല്ലേ? ക്യാഷ് വരും, ഇതല്ലേ അസറ്റ് വിൽക്കുമ്പോൾ എൻട്രി? സംശയമൊന്നുമില്ലല്ലോ, ക്യാഷ് വരും. അസറ്റ് വിറ്റാൽ അസറ്റ് പോവും. ഓക്കെ, ബട്ട് നമ്മളിവിടെ ഓൾറെഡി അസറ്റ് അക്കൗണ്ട് ക്ലോസ് ചെയ്തു. ഓൾറെഡി വി ക്ലോസ്ഡ് ദി അസറ്റ് അക്കൗണ്ട്. സോ നമുക്കിങ്ങനെ ഒരു എൻട്രി എഴുതാൻ പറ്റില്ല. ഇപ്പം നമ്മുടെ അസറ്റ് ഏത് അക്കൗണ്ടിലാണ് മക്കളെ ഉള്ളത്? റിയലൈസേഷൻ അക്കൗണ്ടിലാണ് ഉള്ളത്. സോ ഇവിടെ നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ട് എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അധിക പേരും അസറ്റ് സെയിൽ ചെയ്യുമ്പോൾ ഈ ഒരു കേസിൽ ക്യാഷ് അക്കൗണ്ട് അറ്റർ ടു അസറ്റ് എന്ന് എഴുതിയാൽ തെറ്റാണ്. ക്യാഷ് അക്കൗണ്ട് അറ്റർ ടു റിയലൈസേഷൻ. റീസൺ ഇസ് വി ഓൾറെഡി ക്ലോസ് ദി അസറ്റ് അക്കൗണ്ട്, ഇറ്റ് ഈസ് ട്രാൻസ്ഫർ ടു റിയലൈസേഷൻ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. സോ അതുകൊണ്ട് ഇങ്ങനെ എഴുതണം. അടുത്ത ക്വസ്റ്റ്യൻ, ലാൻഡിൻ്റെ വാല്യൂ വി ടോൾഡ് ദാറ്റ് ഇറ്റ് ഇസ് 10,000. ലാൻഡ് ഡിസ്പോസ് ചെയ്തപ്പം വി ഗോട്ട് 12,000. ലാൻഡ് സെയിൽ ചെയ്തപ്പം വി ഗോട്ട് 12,000. സോ എൻട്രി ക്യാഷ് അക്കൗണ്ട് അറ്റർ ടു ക്യാഷ് എത്ര കിട്ടി? 12,000 കിട്ടി. അയ്യോ, അപ്പം 10,000 ലാൻഡ് അല്ലേ വിറ്റത്. സോ റിയലൈസേഷൻ അക്കൗണ്ടിൽ എത്ര എഴുതണം? 10 എഴുതണോ 12 എഴുതണോ? ഒരു സംശയവും വേണ്ട, 12 തന്നെ എഴുതുക. 10 നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, പ്രോഫിറ്റ് ഓർ ലോസ് യു ഡോണ്ട് ബോദർ, ബിക്കോസ് അത് ഓട്ടോമാറ്റിക്കലി ഇതിനകത്ത് അഡ്ജസ്റ്റ് ആയിട്ടുണ്ടാകും. ഓക്കെ, സോ ക്യാഷ് എത്രയാണോ ആ അസറ്റ് വിറ്റ് കിട്ടുന്നത്, 12,000 ആയാലും 8,000 ആയാലും, 10,000 അസറ്റ് 12,000 വിറ്റാലും 10,000 ലാൻഡ് 8,000 വിറ്റാലും ക്യാഷ് അക്കൗണ്ട് അറ്റർ ടു റിയലൈസേഷൻ ആ വിറ്റ് കിട്ടുന്ന പൈസ ഇവിടെ എഴുതിയാൽ മതി. പ്രോഫിറ്റ് ലോസ് യു ഡോണ്ട് ബോദർ, അതൊക്കെ ഓട്ടോമാറ്റിക്കലി ഇപ്പം തന്നെ റിയലൈസേഷൻ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടാവും. എങ്ങനെ പറയാം? ഓക്കെ, സി ഇവിടെ ഞാനൊരു റിയലൈസേഷൻ അക്കൗണ്ട് വരുവാണ്. സോ ഞാൻ ആദ്യം ലാൻഡിനെ ഇവിടെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവും 10,000. ഓക്കെ, അല്ലാത്ത കേസിൽ പറയാം. അസറ്റ് വിൽക്കുമ്പോൾ എൻട്രിയിൽ ഇത് അസറ്റ് അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് ക്യാഷ് വരും. സോ ഹിയർ ഇറ്റ് വിൽ കം ക്യാഷ് 12,000. ഓക്കെ, പ്രോഫിറ്റ് ഓൺ സെയിൽ 2,000. ഇതാണ് നമ്മുടെ എൻട്രി വരിക. ഓക്കെ, ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ലാൻഡ് ഇവിടെ ഉണ്ടാവും. ഓപ്പണിംഗ് ഇത് ലാൻഡ് അക്കൗണ്ട് ആണ് പറയുന്നത്, ലാൻഡ് അക്കൗണ്ട്. ഓക്കെ, കൺഫ്യൂഷൻ ആവുന്ന ചെവി പൊത്തിയിരുന്നോ? നല്ല കുറച്ച് കാലിബറുള്ള കുട്ടികൾ കേൾക്കുക. ഓക്കെ, സോ ദിസ് വിൽ ബി അവർ ഓപ്പണിംഗ് ബാലൻസ്. വിറ്റ് കിട്ടിയത് 12,000. സോ പ്രോഫിറ്റ് ആണ് 2,000. ദിസ് ഈസ് അവർ എൻട്രി. ഓക്കെ, സോ ഈ പ്രോഫിറ്റ് ആണ് നമ്മൾ ഏത് അക്കൗണ്ടിലോട്ട് കൊണ്ടുപോവുക? സ്വതവേ റീവാലുവേഷൻ അക്കൗണ്ടിൽ കൊണ്ടുപോവുക. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ദിസ് ഈസ് അവർ റിയലൈസേഷൻ അക്കൗണ്ട്. അപ്പോൾ ആദ്യത്തെ എൻട്രി അസറ്റ് ട്രാൻസ്ഫർ ചെയ്തു. ഇപ്പോഴത്തെ എൻട്രി എന്താ? ബൈ ക്യാഷ് അല്ലേ? ക്യാഷ് അക്കൗണ്ട് അറ്റർ ടു റിയലൈസേഷൻ. സോ ബൈ ക്യാഷ് എത്ര വരും? 12,000. ഓക്കെ, നോക്കിയ മക്കൾ, ഇതിൽ ഡിഫറൻസ് എവിടെ വന്നിട്ടുണ്ട്? ഇവിടെ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഒരു 2,000 ഇസ് ദെയർ. ഓക്കെ, സോ ഇവിടെ സെപ്പറേറ്റ് എഴുതണ്ട. റിയലൈസേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ ഈ ഭാഗത്തൊരു 2,000 ഉണ്ടാവും. ബിക്കോസ് സീ ദ ഡിഫറൻസ്. ഓക്കെ, സോ ദിസ് ഇസ് ദ ഇഫക്റ്റ് ഓഫ് ദിസ് എൻട്രി. ഓക്കെ, അപ്പോൾ ക്യാഷ് അക്കൗണ്ട് അറ്റർ ടു റിയലൈസേഷൻ പ്രോഫിറ്റോ ലോസോ നിങ്ങൾ നോക്കേണ്ട കാര്യം ഇല്ല. നൗ എൻട്രി നമ്പർ 3, ടെക്സ്റ്റ് ബുക്കിൽ എൻട്രി നമ്പർ 3, പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ ആവുന്ന എൻട്രി. ഇവിടെ എഴുതണേ, പ്രോഫിറ്റ് ആൻഡ് ലോസ് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, എത്രയാണോ വിറ്റ് കിട്ടുന്നത് അത് മാത്രം എഴുതിയാൽ മതി. അടുത്തത്
കുറച്ച് ബോറിംഗ് ആയിരിക്കും, ബട്ട് കേട്ടിരിക്കുക കേട്ടോ. പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ ആവുന്ന എൻട്രി, ദിസ് ഈസ് ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ദിസ് ചാപ്റ്റർ. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ ആവുന്ന എൻട്രി, പർച്ചേസ് കൺസിഡറേഷൻ എന്താണെന്നൊക്കെ ഞാൻ പഠിപ്പിച്ചു. ഡ്യൂ ആവുന്ന എൻട്രി നമ്മുടെ ട്രാൻസ്ഫറി കമ്പനി, പർച്ചേസ് ചെയ്യുന്ന കമ്പനി ടു റിയലൈസേഷൻ. ഓക്കെ, ഇതിൻ്റെ ഇഫക്റ്റ് ഞാൻ പറഞ്ഞു തരും, ബട്ട് ലേറ്റർ ഓൺ. ഓക്കെ, ട്രാൻസ്ഫറി കമ്പനി ടു റിയലൈസേഷൻ എൻട്രി ഓർത്ത് വെക്കുക. ഇനി ഇത് ശരിക്കും പേ ചെയ്യുമ്പോൾ എൻട്രി, പർച്ചേസ് കൺസിഡറേഷൻ്റെ പേയ്മെൻറ്റിൻ്റെ എൻട്രി. ഇത് ഡ്യൂ ആയി കാണിച്ചു, പേ ചെയ്യുമ്പോൾ എൻട്രി. ഏത് ഫോമിലാണോ പർച്ചേസ് കൺസിഡറേഷൻ പേ ചെയ്തത്, ഇക്വിറ്റി ഷെയർ ഓഫ് ട്രാൻസ്ഫറി കമ്പനി ആണോ, അല്ല പ്രിഫറൻസ് ഷെയർ ആണോ, ഇനി അല്ല ഡിബഞ്ചർ ആണോ, അല്ല ക്യാഷ് ആണോ, എന്താണോ പേ ചെയ്തത് ടു ട്രാൻസ്ഫറി കമ്പനി. ഇതാണ് നമ്മുടെ പേ ചെയ്യുമ്പോഴുള്ള ട്രാൻസ്ഫറർ കമ്പനിയിൽ വരേണ്ട എൻട്രി. ഓക്കെ, കിട്ടുമ്പോഴുള്ള എൻട്രി. ഓക്കെ, ട്രാൻസ്ഫറി കമ്പനിയിൽ നിന്ന് അത് കിട്ടുന്ന എൻട്രി. ഇക്വിറ്റി ഷെയർ അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർ അല്ലെങ്കിൽ ഡിബഞ്ചർ അല്ലെങ്കിൽ ക്യാഷ്. ഇനി ഇതെല്ലാം മിക്സ് ആയിട്ടാണെങ്കിൽ ഇതേപോലെ എഴുതണം. ഓക്കെ, സോ 1 2 3 4 5 6 6 എൻട്രി പഠിച്ചു. അടുത്ത 8ാമത്തെ എൻട്രി ലിക്വിഡേഷൻ എക്സ്പെൻസ് അല്ലെങ്കിൽ വൈൻഡിങ് അപ്പ് എക്സ്പെൻസ് മെറ്റ് ചെയ്തിരിക്കുന്നത്, കൊടുത്തിരിക്കുന്നത് ട്രാൻസ്ഫറർ കമ്പനി ആണെങ്കിൽ, നമ്മളിപ്പോൾ ചെയ്യുന്ന അക്കൗണ്ടിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രാൻസ്ഫറർ കമ്പനി ആണെങ്കിൽ റിയലൈസേഷൻ അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് എന്നുള്ള എൻട്രി നമ്മൾ പാസ് ചെയ്യണം. ഇനി ക്വസ്റ്റ്യനിൽ പറയുന്നു മെറ്റ് ചെയ്തത്, ഈ എക്സ്പെൻസുകൾ മെറ്റ് ചെയ്തത് ട്രാൻസ്ഫറി കമ്പനി ആണെങ്കിൽ ട്രാൻസ്ഫറർ കമ്പനീൻ്റെ ബുക്കിൽ നോ എൻട്രി. ട്രാൻസ്ഫറി കമ്പനി മീറ്റ് ചെയ്താൽ ട്രാൻസ്ഫറർ കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എൻട്രി എഴുതാൻ പാടില്ല. ഓക്കെ അല്ലേ? ഓക്കെ, പർച്ചേസ് കൺസിഡറേഷനിലും ഇത് എടുക്കൂല നമ്മൾ എന്നൊക്കെ ഒരു കണക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അടുത്തത്, ഇതോടുകൂടെ റിയലൈസേഷൻ അക്കൗണ്ടിൽ വരുന്ന എൻട്രികൾ ഇവിടെ തീരും. ഇതിന് ശേഷം നമ്മൾ ഒരു റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. ഞാനിവിടെ ഒരു റിയലൈസേഷൻ അക്കൗണ്ട് വരച്ചിട്ടുണ്ട്. അസറ്റ് ട്രാൻസ്ഫർ ചെയ്തത് ഇൻഡിവിജ്വലി എഴുതണം, ലാബിലിറ്റി ട്രാൻസ്ഫർ ചെയ്തത് ഇൻഡിവിജ്വലി എഴുതണം. പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ ആകുമ്പോൾ ഇങ്ങനെ ഒരു എൻട്രി ഇവിടെ വരും. പിന്നെ ലിക്വിഡേഷൻ എക്സ്പെൻസ് മെറ്റ് ചെയ്തത് ട്രാൻസ്ഫറർ കമ്പനി ആണെങ്കിൽ ഇങ്ങനെ ഒരു എൻട്രി വരും. പിന്നെ അസറ്റ്, ഏറ്റെടുക്കാത്ത അസറ്റ് വെക്കുമ്പോൾ എൻട്രി ഇങ്ങനെ വരും. ഇനി ഇത് നമ്മൾ ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്തിട്ട് എവിടെയാണോ ബാലൻസ് വരുന്നത് അത് നമ്മൾ ഷെയർ ഹോൾഡറിൻ്റെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ഇവിടെയാണെങ്കിലും ഷെയർ ഹോൾഡർ എന്ന് എഴുതണം. ഈ ഭാഗത്താണ് കിട്ടിയതെങ്കിലും നിങ്ങൾ ഇതിൻ്റെ ബാലൻസിങ് ഫിഗർ ഏത് അക്കൗണ്ടിലോട്ട് എഴുതണം? ബാലൻസിങ് ഫിഗർ ഷെയർ ഹോൾഡറിൻ്റെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അതാണ് നമ്മൾ എഴുതാൻ പോകുന്ന അടുത്ത എൻട്രി. ഓക്കെ, എൻട്രി എന്തായിരിക്കും അപ്പോൾ? റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ബാലൻസിങ് ഫിഗർ ട്രാൻസ്ഫർ ടു ഷെയർ ഹോൾഡർ അക്കൗണ്ട്. എൻട്രി എന്തായിക്കോട്ടെ, ഇതിൽ റിയലൈസേഷൻ അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ ഹോൾഡർ വരാം, അല്ലെങ്കിൽ ഷെയർ ഹോൾഡർ അക്കൗണ്ട് ലെറ്റർ ടു റിയലൈസേഷൻ. അത് ആസ് ദ കേസ് മേ ബി നിങ്ങൾ എഴുതണം. തൽക്കാലം ഞാൻ റിയലൈസേഷൻ അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ ഹോൾഡർ എന്ന് എഴുതുകയാണ്. ഓക്കെ, സി ഈ ഭാഗമാണെങ്കിൽ പ്രോഫിറ്റ് ആയിരിക്കും, ഈ ഭാഗമാണെങ്കിൽ ലോസ് ആയിരിക്കും. നമ്മൾ ഇവിടെ ചെയ്യുന്ന പോലെ തന്നെ, നമ്മളെ P&L അക്കൗണ്ട് എല്ലാം പോലെ തന്നെ ഈ ഭാഗത്താണെങ്കിൽ പ്രോഫിറ്റ് ആയിരിക്കും, ഈ ഭാഗത്താണെങ്കിൽ ലോസ് ആയിരിക്കും. സോ പ്രോഫിറ്റ് ആകുമ്പോൾ എൻട്രിയാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എന്താണോ വന്നിരിക്കുന്നത് അതേപോലെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, നൗ നെക്സ്റ്റ്. അപ്പം ഞാൻ എൻ്റെ മീൻസ് ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഇത് ഏറ്റെടുത്തിട്ടില്ല, നമ്മൾ വിറ്റു, കാശ് വാങ്ങിച്ചു, ഇതൊക്കെ അവർ ഏറ്റെടുത്ത് കൊണ്ടുപോയി. ഇത് ബാലൻസ് ഉണ്ട്, ഡിബഞ്ചർ അവർ ഏറ്റെടുത്ത് കൊണ്ടുപോയി. ക്രെഡിറ്റർ നമ്മൾ കൊടുത്തു, പൈസ കൊടുത്തു അല്ലേ, ആ എൻട്രി പാസ് ചെയ്തു. ആൻഡ് ദിസ് ഓൾസോ, ഇവിടെ ഇതും ബാലൻസ്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഷെയർ ക്യാപിറ്റലിൽ പ്രിഫറൻസ് ഷെയർ ആൻഡ് ഇക്വിറ്റി ഷെയർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വി ഹാവ് ടു കൺസിഡർ ദ പ്രിഫറൻസ് ഷെയർ ഹോൾഡർ, റൈറ്റ്? സോ നമ്മൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡറിന് പേ ഓഫ് ചെയ്യുന്നതായിട്ട് കാണിക്കണം, അവരുടെ പൈസ നമ്മൾ തിരിച്ചു കൊടുക്കുന്നതായിട്ട് കാണിക്കണം. ഓക്കെ ഓക്കെ, സി ഇവിടെ ശ്രദ്ധിച്ചോ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യണം. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിന്
ക്രെഡിറ്റ് ബാലൻസ് ആണ്. സോ ഡെബിറ്റ് ചെയ്തിട്ട് ക്യാൻസൽ ചെയ്തു. ഇത് ആർക്ക് കൊടുക്കണം? പ്രിഫറൻസ് ഷെയർ ഹോൾഡറിന് കൊടുക്കണം. സോ നമ്മൾ ആദ്യം പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ചെയ്തു, ക്യാപിറ്റൽ ക്ലോസ് ചെയ്തു, പ്രിഫറൻസ് ഷെയർ ഹോൾഡർ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു, അവരുടെ അക്കൗണ്ടിലോട്ട് ഈ പൈസ ട്രാൻസ്ഫർ ചെയ്തു. അടുത്തത് പ്രിഫറൻസ് ഷെയർ, ഇത് ട്രാൻസ്ഫേർഡ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡർ അക്കൗണ്ട്. ഇനി പ്രിഫറൻസ് ഷെയർ ഹോൾഡറിന് പൈസ അല്ലെങ്കിൽ എന്താണോ കൊടുക്കുന്നത് ആ എൻട്രി. അപ്പം പ്രിഫറൻസ് ഷെയർ ഹോൾഡറിന് പേ ചെയ്യാൻ പോവാണ്. എന്താണോ കൊടുക്കുന്നത് അവർക്ക് നിങ്ങൾ പ്രിഫറൻസ് ഷെയർ ഇൻ ട്രാൻസ്ഫർ ഈ കമ്പനിയിലെ പ്രിഫറൻസ് ഷെയർ ആണോ ഓഫർ ചെയ്യുന്നതെങ്കിൽ അത്, അല്ല നിങ്ങൾ ക്യാഷ് ആണോ ഓഫർ ചെയ്യുന്നതെങ്കിൽ അത്, അല്ല നിങ്ങൾ ഡിബഞ്ചർ ആണോ ഓഫർ ചെയ്യുന്നത് അത്, അവർക്ക് എന്താണോ നിങ്ങൾ പേ ഓഫ് ചെയ്യുന്നത് കൊടുക്കുന്നത് അത് നിങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്യണം. ഓക്കെ അല്ലേ? ഓക്കെ, റൈറ്റ്. സോ അതിവിടെ എഴുതണം. ഇനി ഇവിടെയും ചിലപ്പം റിയലൈസേഷൻ അക്കൗണ്ട് വരാം. ഇവിടെ കൊടുക്കുന്നതിൻ്റെ ആ പൈസ അനുസരിച്ചിട്ടുള്ള ആ ഡിഫറൻസ് ഉണ്ടല്ലോ, ആ ഡിഫറൻസ് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലോട്ട് മാറ്റണം. ഓക്കെ, ഇവിടെ നമ്മൾ 1 lakh ഉണ്ട്. ഓക്കെ, ഇവർക്ക് പേ ഓഫ് ചെയ്യുന്നത് ഇവിടെ ഫോർ എക്സാമ്പിൾ പ്രിഫറൻസ് ഷെയറിൽ 8,000 കൊടുക്കുന്നുള്ളൂ എങ്കിൽ, ബാക്കിയൊന്നുമില്ല, ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ, 8,000 കൊടുക്കുന്നെങ്കിൽ ഇവിടെ ഒരു റിയലൈസേഷൻ എന്ന് പറഞ്ഞ് 80,000 കൊടുക്കുന്നുള്ളൂ എങ്കിൽ ഇവിടെ റിയലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് 20,000 കാണിക്കുകയും വേണം. റിയലൈസേഷൻ അക്കൗണ്ടിൽ അത് കൊണ്ടുപോയി എഴുതുകയും വേണം. അതിനുശേഷം മാത്രമേ റിയലൈസേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യാൻ പാടുള്ളൂ. പ്രിഫറൻസ് ഷെയർ പേ ഓഫ് ചെയ്യുമ്പം ഉണ്ടാകുന്ന ലാഭവും നഷ്ടവും അത് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അതിനുശേഷം മാത്രമേ റിയലൈസേഷൻ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, സോ അതും കഴിഞ്ഞു. അപ്പം നമ്മൾ ഇവിടെ ഈ ഒരു സംഭവവും നമ്മൾ ഫിനിഷ് ചെയ്തു. ഓക്കെ, ഇനി ബാക്കിയുള്ളത് നമ്മുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡറിന് അവകാശപ്പെട്ട ഫിക്ടീഷ്യസ് അസറ്റ് പോലെയുള്ള നഷ്ടങ്ങളും റിസർവ് പോലെയുള്ള ലാഭങ്ങളും. ഇവിടെ ഒരു പോയിന്റും കൂടി പറയട്ടെ. ഷോർട്ട് ടേം പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ചാപ്റ്ററിൽ കുറേ സംഭവങ്ങൾ പഠിച്ചില്ലേ, അത് ലാബിലിറ്റിൻ്റെ കൂട്ടത്തിൽ എഴുതേണ്ടതാണ്. റൈറ്റ്, ഇവിടെ വരുന്ന റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്നൊക്കെ പറഞ്ഞ ഹെഡിൽ വരുന്ന റിസർവ്സ് ആണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവകാശപ്പെട്ടത്. ഓർമ്മിക്കണേ. ഓക്കെ, പഴയ കണക്കൊക്കെ വരും, അപ്പം നമുക്ക് ക്ലിയർ ആയിക്കോളും. നെക്സ്റ്റ് എൻട്രി ആദ്യം ഏത് ക്ലോസ് ചെയ്യണം? ഇത് ക്ലോസ് ചെയ്യണോ ഇത് ക്ലോസ് ചെയ്യണം? അപ്പോൾ നമുക്ക് ഇതങ്ങോട്ട് ക്ലോസ് ചെയ്യാം. റൈറ്റ്, സോ ഇത് അസറ്റ് സൈഡിലുള്ളതാണ് ഫിക്ടീഷ്യസ് അസറ്റ് സൈഡിലുള്ള ഒരു ഐറ്റം ക്ലോസ് ചെയ്യാൻ ആ അക്കൗണ്ടിന് ക്രെഡിറ്റ് ചെയ്യണം. സോ ഞാനിവിടെ ഒറ്റയടിക്ക് ഫിക്ടീഷ്യസ് അസറ്റ് എന്ന് എഴുതുവാണ്. നിങ്ങൾ അതിൻ്റെ പേര് 1 by 1 മെൻഷൻ ചെയ്ത് എഴുതണം. സോ ടു ഫിക്ടീഷ്യസ് അസറ്റ് എന്ന് എഴുതുവാണ്. ഓക്കെ, ഏത് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനാണോ പറഞ്ഞ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഓക്കെ, ചിലതിൽ സെപ്പറേറ്റ് ഒന്നും ഉണ്ടാവില്ല, ഷെയർ ക്യാപിറ്റലിനെ ഉണ്ടാവും, അവിടെ ഷെയർ ഹോൾഡറിന് എഴുതിയാൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. സോ അപ്പോൾ ഇതും കൂടെ നമ്മൾ എൻട്രി പാസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് ഇവർ രണ്ടുപേരുമാണ്. സോ ഇതും കൂടി ചെയ്തേക്കാം. ഇത് രണ്ടും ലാബിലിറ്റി സൈഡിലുള്ള ഐറ്റം. സോ ബാലൻസ് ക്രെഡിറ്റ് ആണ്, ക്ലോസ് ചെയ്യാൻ ഡെബിറ്റ് ചെയ്യണം. ട്രാൻസ്ഫറിങ് ഫിക്ടീഷ്യസ് അസറ്റ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എന്ന് എഴുതണേ. ഓക്കെ, അടുത്തത് ഷെയർ ക്യാപിറ്റൽ ക്ലോസ് ചെയ്തു, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ക്ലോസ് ചെയ്തു, റിസർവ് എന്തൊക്കെയുണ്ടോ അതിൻ്റെയൊക്കെ പേര് ഇൻഡിവിജ്വലി മെൻഷൻ ചെയ്തു, ക്ലോസ് ചെയ്തു. ഏത് അക്കൗണ്ടിലോട്ടാണോ ഇതെല്ലാം ക്ലോസ് ചെയ്യാൻ ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ അക്കൗണ്ടിലോട്ട്. ഇനി ഇക്വിറ്റി ഷെയർ ഹോൾഡറിന് പേ ചെയ്യുന്ന എൻട്രി. ഇക്വിറ്റി ഷെയർ ഹോൾഡറിൻ്റെ അക്കൗണ്ടിലോട്ട് നഷ്ടം, ഫിക്ടീഷ്യസ് അസറ്റ് പോലുള്ള ലോസും ട്രാൻസ്ഫർ ചെയ്തു, റിസർവ്സ് ഇവർക്ക് കൊടുക്കാനുള്ള ക്യാപിറ്റലിൻ്റെ എമൗണ്ട് ഒക്കെ ട്രാൻസ്ഫർ ചെയ്തു. നൗ അവർക്ക് പേ ഓഫ് ചെയ്യുന്ന എൻട്രി, ഇക്വിറ്റി ഷെയർ ഹോൾഡറിന് പേ ഓഫ് ചെയ്യുന്ന എൻട്രി. ഓക്കെ, ഇക്വിറ്റി ഇതിപ്പോൾ നിങ്ങൾക്ക് സംശയമായി, ഇതിപ്പം പേ ഓഫ് ചെയ്യുമ്പോൾ ഇത് മുകളിൽ വരണോ താഴെ വരണോ? അവിടെ പേ ചെയ്യുമ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് ക്യാഷ് ബൈ ചാൻസ് ഇപ്പോൾ ക്യാഷ് ആണെങ്കിൽ ക്യാഷ് പോവല്ലേ ചെയ്യുക. സോ ഇവിടെ നമ്മൾ ക്യാഷ് എന്ന് എഴുതണ്ടേ. സോ ഓട്ടോമാറ്റിക്കലി ഇക്വിറ്റി ഷെയർ ഹോൾഡർ മുകളിൽ വരില്ല. അങ്ങനെയുള്ള കുറച്ച് ലോജിക് തിങ്കിങ് ഒക്കെ മതി അക്കൗണ്ടൻസിയിൽ. ഫുൾ റൂൾസ് ഒന്നും നിങ്ങൾക്ക് അറിയണമെന്നൊന്നുമില്ല കേട്ടോ. സോ ഇക്വിറ്റി ഷെയർ ഹോൾഡറിന് പേ ചെയ്യുന്നു. ഏത് മോഡിൽ? ഇക്വിറ്റി ഷെയർ ഇൻ
പുതിയ കമ്പനി ട്രാൻസ്ഫർ, ഈ കമ്പനിയിലെ ഇക്വിറ്റി ഷെയർ ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അത് എഴുതുക. ഇനി അല്ല ബാങ്ക് അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അതും നമ്മളിവിടെ മെൻഷൻ ചെയ്യണം. ഇതോടുകൂടെ നിങ്ങളുടെ എൻട്രി പാർട്ട് അവസാനിച്ചു. ഏത് ബുക്കിലെ ഏത് എൻട്രി? ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്ക് ഓഫ് ട്രാൻസ്ഫറർ കമ്പനി ചെയ്തു. ഇനി നിങ്ങൾ ഇതിന് ശേഷം ഇക്വിറ്റി ഷെയർ ഹോൾഡറിൻ്റെ അക്കൗണ്ട് വരയണം. ഇക്വിറ്റി ഷെയർ ഹോൾഡറിൻ്റെ അക്കൗണ്ട് ഇത് ഈ ഒരു എൻട്രി ഒക്കെ വെച്ച് വരയില്ല. വരഞ്ഞാൽ ആ അക്കൗണ്ട് ഇത് ഈ 3 എൻട്രിയാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡറിൻ്റെ ഇഫക്റ്റ് വരുന്നത്. ഇത് വെച്ചിട്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡറിൻ്റെ അക്കൗണ്ട് വരഞ്ഞാൽ നിങ്ങൾക്ക് ആ അക്കൗണ്ട് ടാലി ആയിട്ട് കാണാം. ഓക്കെ, അതിൻ്റെ അർത്ഥം ഇക്വിറ്റി ഷെയർ ഹോൾഡറിന് ഇനി ഒന്നും കൊടുക്കാനില്ല, ദാറ്റ് അക്കൗണ്ട് ഇസ് ക്ലോസ്ഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് 2 സൈഡും ടാലി ആയതായിട്ട് കാണാം. പ്രോബ്ലം ചെയ്യുമ്പോഴല്ലേ നമുക്കിപ്പോൾ അത് ചെയ്ത് കാണിക്കാൻ പറ്റും. റിയലൈസേഷൻ അക്കൗണ്ട് വരയണം ആൻഡ് ഇക്വിറ്റി ഷെയർ ഹോൾഡറിൻ്റെ അക്കൗണ്ട് വരയണം, ജേണൽ എൻട്രീസ് എഴുതണം. ക്വസ്റ്റ്യൻ എന്താണോ ചോദിക്കുന്നത് അതിനനുസരിച്ചിട്ട് അടിക്കണം നിങ്ങളുടെ ആൻസർ. ജേണൽ ആണെങ്കിൽ ജേണൽ എഴുതുക, ഫുള്ള് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് ചെയ്യുക, റിയലൈസേഷൻ അക്കൗണ്ട് വരയാൻ പറഞ്ഞാൽ അത് ചെയ്യുക. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ ആണോ എന്ന് എന്നെ ഒന്ന് അറിയിക്കാം. ഓക്കെ.